നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. കൈസറുടെ കരം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന് സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഈ ഉപമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഗ്രഹിച്ചിട്ട് ആ നാഴികയിൽ തന്നെ അവൻ്റെ മേൽ കൈവെപ്പാൻ നോക്കിയെങ്കിലും ജനത്തെ ഭയപ്പെട്ടു. പിന്നെ അവർ അവനെ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പിപ്പാൻ തക്കവണ്ണം അവനെ വാക്കിൽ പിടിക്കേണ്ടതിന് തക്കം നോക്കി നീതിമാന്മാർ എന്ന് നടിക്കുന്ന ഒറ്റുകാരെ അയച്ചു. അവർ അവനോട്, ഗുരു, നീ നേർ പറഞ്ഞ് ഉപദേശിക്കുകയും മുഖപക്ഷം നോക്കാതെ ദൈവത്തിന് വേണ്ടി യഥാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നാം കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരുടെ ഉപായം ഗ്രഹിച്ചിട്ട് അവൻ അവരോട്, ഒരു വെള്ളിക്കാശ് കാണിപ്പീൻ, അതിലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേതെന്ന് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവർ ജനത്തിന് മുമ്പിൽ വെച്ച് അവനെ വാക്കിൽ പിടിപ്പാൻ കഴിയാതെ അവന്റെ ഉത്തരത്തിൽ ആശ്ചര്യപ്പെട്ട് മിണ്ടാതിരുന്നു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ വാക്കിൽ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ തങ്ങൾ നീതിമാന്മാർ എന്ന് നടിക്കുന്ന കുറച്ചാളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ അവർ സ്വാധീനിച്ചു. നമുക്ക് യേശുവിനെ വാക്കിൽ പിടിക്കണം, എന്നിട്ട് ഇവന് കൈസറുടെ വിരോധിയാണ്, പീലാത്തോസിൻ്റെ വിരോധിയാണ്, കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ്, നമുക്കത് ചുമത്താം. അതുകൊണ്ട് നിങ്ങൾ പോകണം, പൈസയൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കൈക്കൂലി തരാം എന്ന് പറഞ്ഞു. അവർ യേശുവിൻ്റെ അടുക്ക വന്നു. യേശുവിനോട് പറഞ്ഞു, യേശുവേ, നീ വളരെ നേരായി കൃത്യമായി ദൈവവചനം പഠിപ്പിക്കുന്ന ഒരാളാണ്, നീ മനുഷ്യനെ ഒന്നും ആ കാര്യത്തിൽ ഭയപ്പെടുന്ന ആളല്ല എന്ന് വലിയ മുഖസ്തുതിയൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, നാം കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമാണോ എന്ന് ചോദിച്ചു. യേശു അവരുടെ ഉപായം മനസ്സിലാക്കി. സർവജ്ഞാനിയായ യേശു അവരുടെ ഉപായം മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞു, ഒരു നാണയം കാണിപ്പീൻ, ഒരു വെള്ളിക്കാശ്. യേശുവിൻ്റെ കയ്യിൽ ഒരു വെള്ളിക്കാശ് എടുക്കാനില്ലായിരുന്നു. അനേകർ തങ്ങളുടെ ബാങ്ക് ബാലൻസിലൊക്കെ ഊറ്റം കൊള്ളുന്നുണ്ട്, വിശ്വാസികളൊക്കെ. പണ്ട് എനിക്കൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, ദൈവം എനിക്ക് ധാരാളം സ്വത്ത് തന്നിട്ടുണ്ട്, ഉണ്ണാനും ഉടുക്കാനും മാത്രമല്ല എനിക്ക് അനേക വർഷത്തേക്കുള്ളതുണ്ട് എന്നൊക്കെ ചിന്തിച്ച് സന്തോഷിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പിലേയത്തിൽ പറഞ്ഞ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീനെന്നാണ്. എനിക്ക് ദൈവത്തെ കിട്ടി, ദൈവം എൻ്റെ പിതാവാണ്, ദൈവം എന്നോട് കൂടെ ഉണ്ട്, അതിലാണ് നാം സന്തോഷിക്കേണ്ടത്. നമുക്ക് ഒരു അസുഖമോ ഒരു അപകടമോ ഉണ്ടാകാനിടയായാൽ, അല്ലെങ്കിൽ ഒരു പോലീസ് കേസ് ഉണ്ടാകാനിടയായാൽ പൈസ നമ്മളെ സഹായിക്കത്തില്ല. നേരെ മറിച്ച് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യേശുവിനെ സമീപിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? അവരുടെ തന്ത്രം മനസ്സിലാക്കിയ സർവജ്ഞാനിയായ യേശു അവരോട് പറയുകയാണ്, ഒരു നാണയം കാണിക്കുക. യേശുവിൻ്റെ കയ്യിൽ ഒരു നാണയമില്ലായിരുന്നു. വെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ്, 5 കൊണ്ട് 5000 പോഷിപ്പിച്ച കർത്താവ്, അതൊന്നും പൈസ കൊണ്ടല്ല, ധനം കൊണ്ടല്ല ചെയ്തത്, മറിച്ച് പ്രാർത്ഥനയാൽ പിതാവ് യേശുവിനെ സഹായിക്കുകയായിരുന്നു. അതാണ് നമുക്കുള്ള മാതൃക. യേശു പറഞ്ഞു, ഒരു നാണയം കാണിക്കുക. അപ്പോൾ അവർ നാണയം കാണിച്ചു. ഇതിലെ സ്വരൂപം എഴുത്തു ആരുടേത്? കൈസറുടേത്. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. കൈസർക്ക് കരം കൊടുക്കണം എന്നാണ് യേശു പറയാൻ പോകുന്നത് എന്നവർക്ക് മനസ്സിലായി. അവരുള്ളത്തിൽ വളരെ സന്തോഷിച്ചു. ആ ഉത്തരമാണ് അവർ പ്രതീക്ഷിച്ചത്. ആ ഉത്തരം കിട്ടിയാൽ ജനത്തോടും അവർക്ക് എന്തു പറയാം? യേശു ദൈവവചനത്തെ സ്നേഹിക്കുന്നവനല്ല, ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നവനല്ല. നമ്മൾ പുറജാതികളായ റോമാക്കാർക്ക് അടിമകളായിരിക്കണം, അവർക്ക് കരം കൊടുക്കണം, അതാണ് യേശു പറഞ്ഞു നടക്കുന്നത് എന്ന് അവർക്ക് എന്തു പറയാം? മഹാപുരോഹിതന്മാരോടും അതുപോലെ ആളിനോടെല്ലാം അവർക്ക് പറഞ്ഞു നടക്കാം, ഇവന് ഒരു ദൈവദാസനൊന്നും അല്ല, അല്ലെങ്കിൽ ദൈവം അയച്ചതല്ല, അല്ലെങ്കിൽ ദൈവപുത്രനല്ല
കരം കൊടുത്ത് നമുക്ക് അടിമകളായിട്ട് കഴിയാം എന്നാണ് ഇവൻ പറയുന്നത്. അപ്പോൾ അതായത് കരം കൊടുക്കുന്നതൊന്നും ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ സ്വാധീനിക്കാനായിട്ട് പറ്റുമെന്നുള്ള ഒരു സന്തോഷം. മറിച്ചാണ് പറയുന്നതെങ്കിൽ കൈസർക്ക് കരമൊന്നും കൊടുക്കേണ്ട, നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്, മോശയുടെ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ഫറവോനെ തോൽപ്പിച്ച ദൈവം ചെങ്കടൽ മരുഭൂമിയിൽ അഗ്നിസ്തംഭവും മേഘസ്തംഭവും തന്ന് അഗ്നിസർപ്പത്തിൽ നിന്നൊക്കെ വിഭിച്ച് മന്ന തന്ന് നമ്മളെ പോഷിപ്പിച്ച സകല രാജാക്കന്മാരെയും തോൽപ്പിച്ച് കനാൻ നാട് അവകാശമാക്കാൻ സഹായിച്ച ആ ദൈവം നമ്മോടുകൂടി ഉള്ളത് കൊണ്ട് ഒരു രാജാവിനും അല്ലെങ്കിൽ ഒരു ചക്രവർത്തിക്കും 5 പൈസ കൊടുക്കണ്ട എന്നാണ് യേശു പറയുന്നതെങ്കിൽ അവൻ രാജ്യദ്രോഹ കുറ്റമാണ്, രാജ്യദ്രോഹിയാണ് എന്ന് പറഞ്ഞ് അടക്കാം. അപ്പം ഏത് തന്നെ ആയാലും യേശുവിനെ കുരുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ആണ് ഇവര് വന്നത്. പക്ഷെ യേശു മുമ്പ് പറഞ്ഞല്ലോ, ഒരു വേശ്യാസ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവളെ കല്ലെറിയണമെന്ന് ന്യായപ്രമാണം പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു എന്ത് പറഞ്ഞു? കല്ലെറിയണം, പക്ഷെ ആദ്യം എറിയേണ്ടത് പാപമില്ലാത്തവനാണെന്ന് പറഞ്ഞപ്പോൾ അവർ സ്ഥലം വിട്ടു. ഇവിടെയും യേശു അതുപോലെയാണ് സംസാരിക്കുന്നത്. ഒരു നാണയം കാണിക്കുക, ഇതിലെ മേലെഴുത്താരുടേത്? കൈസറുടേത്. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. ഇതിൽ നിന്ന് എങ്ങനെ അവർക്ക് അവനെ പിടിക്കാൻ പറ്റും? യേശു 2 കാര്യം പറഞ്ഞിരിക്കുന്നു. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. എന്താ അതിൻ്റെ അർത്ഥം? അവർക്ക് മനസ്സിലായില്ല. അവർ തിരിച്ചുപോയി, നിരാശരായിപ്പോയി. പ്രിയപ്പെട്ടവരെ, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൈസറുടെ മുദ്ര, കൈസറുടെ രൂപം ആ നാണയത്തിലുള്ളത് തനിക്ക് അതിന് അവകാശമുണ്ട്. അതുകൊണ്ടാണ് കൈസറുടെ കീഴിലാണല്ലോ സാമന്ത രാജ്യങ്ങളെല്ലാം. എന്നാൽ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പീൻ എന്ന് പറഞ്ഞാൽ അതിലെ ദശാംശം ദൈവത്തിന് കൊടുക്കുക, ബാക്കി 90% കൈസർക്ക് കൊടുക്കുക. അതൊന്നും അല്ല. പല ആളിലും വിചാരിക്കുന്നത് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദശാംശം കഴിച്ചിട്ട് ബാക്കി എന്താണെന്നാ ചെയ്യ് എന്നാണ് ചിലരുടെ ധാരണ. എങ്കിൽ കൃത്യമായിട്ട് യേശു അത് പറഞ്ഞേനെ ദശാംശം കൊടുക്കാൻ ദൈവത്തിന്, ബാക്കി കൈസർക്ക് കൊടുക്കാൻ. അതല്ല, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലൊരു നാണയമുണ്ട്, അതാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലുള്ള നാണയം ഏതാണ്? 10 നാണയത്തിൽ 1 കാണാതെ പോയ കാര്യം ലൂക്കോസ് 15 അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ നാണയങ്ങളാണ് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിനുള്ളത് ദൈവത്തിനെന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച നാണയം അത് ദൈവത്തിനുള്ളതാണ്. അത് മനുഷ്യൻ്റെ കാര്യമാണ്. ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ ഛായയിലും സൃഷ്ടിച്ചത് തനിക്ക് അധികാരമുള്ളത് കൊണ്ടാണ്, തനിക്ക് അവകാശമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നാം അവന് വേണ്ടി ജീവിക്കണം, അതിനു വേണ്ടിയാണ്. അവർക്ക് മനസ്സിലായില്ല. എന്നാൽ തിരുവെഴുത്ത് പഠിക്കുന്ന നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത് തീർച്ചയായിട്ടും നാം അവനെ ആരാധിക്കണം, നാം അവനെ സ്നേഹിക്കണം, നാം അവനെ ബഹുമാനിക്കണം, അവൻ്റെ കൽപ്പനകളെ ആചരിച്ച് ദൈവത്തിനായിട്ട് നാം ജീവിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ പൈസയല്ല വേണ്ടത്. പല ആളുകളും പഠിപ്പിക്കാറുണ്ട്, യഹൂദന്മാർ ദശാംശവും അതുപോലെ ആദ്യഫലവും അതുപോലെ മറ്റനേക വഴിപാടുകൾ നൽകിയിരുന്നു, സഭയും അങ്ങനെ ചെയ്യണം, വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും നമ്മളങ്ങനെ ചെയ്യണം എന്നൊക്കെ, അങ്ങനെ ചെയ്താൽ വലിയ അനുഗ്രഹം ഉണ്ടാകുമെന്നൊക്കെ പ്രലോഭിപ്പിച്ച് പറയുന്ന ദേവദാസന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടത് പൈസയല്ല, നമ്മളെ തന്നെയാണ്. ദൈവത്തിന് വേണ്ടത് നമ്മളെ തന്നെയാണ്. കർത്താവിനായി ജീവിക്കാൻ നമ്മളെ സമർപ്പിക്കുക, ദൈവത്തിൻ്റെ സ്വരൂപം വെളിപ്പെടുത്തുന്ന നാണയങ്ങളായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ചില നാണയങ്ങളൊക്കെ ചളുങ്ങിപ്പോയിട്ട് ഏത് രാജ്യത്തിൻ്റെതാണെന്നോ അല്ലെങ്കിൽ അതിലെ സ്വരൂപം ഏത് രാജാവിൻ്റെ ആണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ കറ പിടിച്ചു പോയ അല്ലെങ്കിൽ ക്ലാവ് പിടിച്ചു പോയ അല്ലെങ്കിൽ ചളുങ്ങിപ്പോയ നാണയങ്ങളുണ്ട്. നമ്മെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ഛായയിലും നമ്മെ സൃഷ്ടിച്ചതുകൊണ്ട് ആ സ്വരൂപത്തെയും ഛായയും വെളിപ്പെടുത്തിക്കൊണ്ടൊരു ആത്മീയ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.